വമിൻ അഖ്ലാഖിഹിം റളിയല്ലാഹു തആല അൻഹും മഹാന്മാരുടെ മറ്റൊരു സ്വഭാവ ഗുണം അൽ ഖനാഅത്തു ബിൽ വുജൂദി വഅദ്മി തലബിഹിം അസ്സിയാദത ഫിദ്ദുനിയ മിൻ മത്അമിൻ ഔ മശ്റബിൻ ഔ മൽബസിൻ ഔ മർകബിൻ ഔ മൻഗഹിൻ ഔ മസ്കനിൻ ഔ ഗൈരി ദാലിക. എന്താ പറഞ്ഞത്? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക, ഉള്ളത് മതി, അതിന്റെ അപ്പുറം ഒന്നും ഒരു തോന്നൂല. എന്താണോ അള്ളാഹ് നൽകിയത് അത് പൊരുത്തപ്പെട്ട് ജീവിക്കുക. ദുനിയാവിൽ അതിനേക്കാൾ അധികം ഒന്നും തേടുന്നില്ല. എന്തൊക്കെ തേടാ? ഭക്ഷണം, കൂടുതൽ ഭക്ഷണം ചോദിക്കുന്നില്ല. കബ്സ വേണേ, മന്തി വേണേ, ബിരിയാണി വേണേ, മട്ടൻ വേണേ, ചിക്കൻ വേണേ, ഒന്നുമില്ല. എന്താ കിട്ടിയത് അത് മതി. മസ്റബ്, ഇനി മസ്റബ് പാലും കുടിക്കാൻ പറ്റുന്ന പാലും കിട്ടിയാൽ മതി. ജ്യൂസ് വേണമെന്നില്ല. മറ്റേ എന്തൊക്കെ ചിക്കോ അല്ലെങ്കിൽ മറ്റേതെല്ലാം മസ്റബുണ്ടോ അതൊന്നും ഒരു ആവശ്യപ്പെടുന്നില്ല. കിട്ടിയ ലാഭം അത് മതി. ഔ മൽബസൻ അല്ലെങ്കിൽ വസ്ത്രം, ഏതെല്ലാം മോഡല്, ഏതെല്ലാം രീതി, എത്ര ഡ്രസ്, 100 10 ഒക്കെ ഉള്ളവരുണ്ടല്ലോ, അതൊന്നും വേണ്ട, അത്യാവശ്യമുള്ള മതി എന്നാണ്. ഔ മർക്കബിന്റെ വാഹനം, ബൈക്ക്, കാറ്, ബെൻസി, എന്തെല്ലാം വണ്ടികള് കഴിവിനനുസരിച്ച് ഓരോരുത്തർക്കുണ്ട്. എന്നാൽ അതൊന്നും കൂടുതൽ തേടൂല. അത്യാവശ്യം പോകാനുള്ള വണ്ടി ഉണ്ടെങ്കിൽ ബൈക്ക് ഉണ്ടെങ്കിൽ മതി, അല്ല ഒട്ടകാണെങ്കിൽ മതി, അല്ലെങ്കിൽ സൈക്കിളാണെങ്കിൽ മതി, അങ്ങനെയൊക്കെ. ആ മങ്കഹിൻ, അല്ലെങ്കിൽ കല്യാണം, ഇഷ്ടം പോലെ കല്യാണം കഴിച്ചിങ്ങനെ നടക്കുക. 4 വരെ കെട്ടത് വേറെ വിഷയം. ഒന്ന് തീർക്കുക, പിന്നെയും കെട്ടുക, ഒന്ന് തീർക്കുക, അതെന്റെ ഒരു പണി, അതൊന്നും പറ്റൂല. അതൊക്കെ ആവശ്യത്തിനുണ്ടെങ്കിൽ അത് മതി, അതിന്റെ അപ്പുറം വേണ്ട. ആ മസ്കലിന് വീട് തന്നെ അത്യാവശ്യം മതി. അത് അടിച്ചു പൊളിച്ച് വീടൊന്നും വേണ്ടല്ലോ. അപ്പൊ താമസിക്കാൻ ആൾക്കാർ 1 2 ആൾക്കാരുണ്ടാവുള്ളൂ. റൂമുകൾ 10 ഉണ്ടാവും. വലിയൊരു ബമ്പാടും കഴിച്ചേക്കും. അതൊന്നും ആവശ്യമല്ല. അവര് താലിക്ക ഇതെല്ലാത്തൊന്നും. അപ്പൊ കൂടുതലൊന്നുമില്ല. കിട്ടിയവിടൊക്കെ തൃപ്തിപ്പെട്ട് ജീവിക്കാം. ഇതാണ് മഹാന്മാരുടെ ജീവിതം. അത് നമ്മൾ ശീലിക്കാൻ നോക്കണം. വക്കാന വഹബിന് മുനബ്ബഹ് റഹിമഹുല്ലാഹു തആല യഖുൽ, മഹാൻ പറയാ, ഖറജൽ ഗിന അൽ ഇസ്, ഗിനയും ഇസും ആ രണ്ടും പുറത്തേക്ക് വന്നു. യജുലാനി, അത് രണ്ടും ഇങ്ങനെ തർക്കിക്കുകയാണ്. യതുലുബാനി മൻ യുഖീമാനി ഇൻദഹു, ആരുടെ അടുത്താണ് പോയി അങ്ങനെ നിൽക്കേണ്ടത്? ഈ യോഗ്യതയും ഈ ഗിനയും ആരുടെ അടുത്താ പോയി നിൽക്കേണ്ടത് എന്നിങ്ങനെ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ ഓടിച്ചാടി നടക്കുകയാണ് ഗിനയും ഇസും. അങ്ങനെ ഇരിക്കുമ്പോ പോലെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഒരാളെ അവർക്ക് ഉണ്ടാക്കി കിട്ടിയാലോ പസ്തക്കറാണ്ടാവും. നാം പിന്നെ ഗിനയും ആ യോഗ്യതയും ആരുടെ അടുത്തുണ്ടാകും? ഈ ആയ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ആളടുത്തുണ്ടാകുന്ന. അല്ല കുറെ വലിയ സമ്പത്ത് ഉണ്ടാകുക, വലിയ അധികാരം ഉണ്ടാകുക എന്നതല്ല ഇത്. അപ്പൊ ഗിനയും ഇസും ഇത് രണ്ടും എന്താകുന്നുണ്ട്? തേടി നടക്കുന്നുണ്ട്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവൻ ആരോ ഓരടുത്ത് ഇവർക്ക് താമസിക്കണം. ഇതാണ് ആഗ്രഹം എന്നാണ് വഹബ് ബിൻ മുനബ്ബഹ് പറയുന്നത്. വകാന മുഹമ്മദ് ബിൻ വാസിർ റഹിമഹുല്ലാഹു തആല, മഹാനെന്തായിരുന്നു? യൗകുൽ ഖുബ്സ, മൂപ്പർ തിന്നുന്നത് എങ്ങനെയെന്ന് പറയാം. ഭക്ഷണം കഴിച്ചിരുന്നത് അൽ ഖുബ്സ, റൊട്ടി അല്ലെങ്കിൽ പത്തിരിയൊക്കെ ബിൽ മിൽഹി, ഉപ്പ് കൂട്ടിയിട്ടുണ്ട്. അതിൽ ഖല്ലി അല്ലെങ്കിൽ സുർക്കയോ അതല്ല എങ്കിൽ ഉപ്പോ കൂട്ടിക്കൊണ്ടായിരുന്നു റൊട്ടിയൊക്കെ തിന്നിരുന്നത്, അല്ലെങ്കിൽ പത്തിരി തിന്നിരുന്നത്. നമ്മളോ, നമുക്കൊരു പത്തിരി ഉണ്ടാക്കുമ്പോൾ ആ പത്തിരിക്ക് എത്ര പൊരിച്ച കറി, അല്ല പൊരിച്ച കോഴി വേറെ വേണം, വരട്ടിയ ബീഫ് വേറെ വേണം, കറി വെച്ച മറ്റൊന്ന് വേണം, എന്തെല്ലാം കൂട്ടാനുകളാണ്. ഇവിടെ അതൊന്നുമില്ല. വിശപ്പടക്കാൻ പറ്റുന്ന രീതി എന്തെങ്കിലും ചെറിയ കൂട്ടാൻ കൂട്ടി കഴിക്കാം. ഇതായിരുന്നു ബഹുമാനപ്പെട്ട മുഹമ്മദ് വാസിയ തങ്ങൾ ചെയ്തിരുന്ന പണി. എന്നിട്ട് പോയി അപ്പോലും മഹാൻ പറയാണ്, മൻ റളിയ മിനദ് ദുനിയ, ദുനിയാവിൽ വെച്ച് ആരെയും ഇഷ്ടപ്പെട്ടാൽ ബി മിസ്ലി ഹാദ, ഇപ്പൊ നമ്മൾ ഈ കഴിക്കുന്ന രീതിയിലുള്ള ഭക്ഷണം ഉണ്ടല്ലോ, അത് സുർക്ക കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ഉപ്പ് കൂട്ടിയിട്ടോ ഭക്ഷണം പത്തിരി കഴിക്കുക. ഇതുപോലത്തത് കൊണ്ട് ആരെങ്കിലും ദുനിയാവിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലം യദില്ല നഫ്സുലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി അവന്റെ നഫ്സ് ദില്ലത്തിലാവൂല. അതാണ്. അപ്പൊ ജനങ്ങൾക്കിടയിൽ ഇവർ യോഗ്യനായിരിക്കും എന്നാണ് പറഞ്ഞത്. വകാന സുഫിയാൻ സൗരി റഹിമഹുല്ലാഹു തആല യഖുൽ, മഹാൻ പറയുമായിരുന്നു, എന്ത്? മല്ലം യഖ്നഅ ബിഖുബ്സ് ശഈരി ഫീ ഹാദ സമാൻ, മുബറ കാലഘട്ട പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ഒരു ബാർലിയുടെ അല്ലെങ്കിൽ ഗോതമ്പ്, സൂചി ഗോതമ്പായിരിക്കാം, ആ ഗോതമ്പിന്റെ റൊട്ടി കൊണ്ട് ആരും ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ, അതുകൊണ്ട് മതിയാക്കുന്നില്ല എങ്കിൽ, നിസ്സാരത, നിന്യത എന്നിത്യാദി കാര്യങ്ങളെ കൊണ്ട് അവനെ പരീക്ഷിക്കപ്പെടുന്നതാണെന്നാണ്. ശരിയല്ലേ? മുന്തിയ ഭക്ഷണം കഴിക്കണം നടക്കുമ്പോൾ വലിയ പ്രൗഢിയൊന്നും പൈരില്ല.
ആരും ചിന്തിക്കൂല. അയാൾ നല്ല തീറ്റക്കാരനും പറയൂല. ജനങ്ങൾക്കിടയിൽ നിസ്സാരക്കാരും നിന്ദിനാവാതിരിക്കണമെങ്കിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കണം എന്നർത്ഥം. സമ്പത്ത് ഒരുക്കു കൂട്ടുന്ന കാര്യത്തിൽ സുഫിയാനി സൗരിയോട് ഒരു വ്യക്തി ഒരു സമ്പത്ത് ചോദിച്ചു. ഞാൻ കുറച്ച് സമ്പത്ത് ഒരുക്കൂട്ടട്ടെ എന്ന് ചോദിച്ചു. മഹാന്മാരാണല്ലോ, അത് ചോദിക്കാലോ. ഒക്കാലഹു, അപ്പോ അയാളോട് മഹാനായ സുഫിയാനി സൗരി തങ്ങൾ കൊടുത്ത വാക്കെന്താ പറയുക? നമുക്കൊരു പാടാണ്. ആരെങ്കിലും സമ്പത്തൂടെ വാരിക്കൂട്ടാൻ തീരുമാനിച്ചാൽ കൂട്ടി വെച്ചാൽ ഒരു 5 കാര്യം കൊണ്ട് പോലെ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അതാ പറഞ്ഞു കൊടുക്കുന്നത്. ഒന്നെന്താ? തോലിലമലി, നീണ്ട കൊതി, കിട്ടിയാൽ തകിയില്ല, ഇഞ്ഞും വേണം അങ്ങനെ പോവുക. സിദ്ധത്തിൽ ശക്തമായ അലച്ച, മാധ്യാകൂല, തീരുവല, ആക്രാന്തം. അതുപോലെ തന്നെ ലുബ്ധത അധികരിപ്പിക്കും, അതുമല്ലാതെ ചെയ്യാൻ തോന്നൂല. ആഖിറത്തിനെ പറ്റിയുള്ള മറവി സംഭവിക്കും. ഇപ്പൊ കില്ലത്തിൽ വളരെ സൂക്ഷ്മത കുറവായിരിക്കും. കിട്ടുമൊക്കെ വാരിക്കൂട്ട് തന്നെയല്ലേ. അപ്പൊ സമ്പത്ത് ഒരുക്കൂട്ടിന് വലിയൊരു ഇസ്സത്തെന്ന് ആരും കരുതണ്ട. സമ്പത്ത് ഒരുക്കൂട്ടിയാൽ ആരും രക്ഷപ്പെട്ടിട്ടുമില്ല. ഓർക്ക് എന്തെങ്കിലുമായിട്ട് പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സമ്പത്ത് നമുക്ക് കഴിഞ്ഞുകൂടാനുള്ള കിട്ടിയാൽ മതി. നമുക്ക് ഹലാലായി കഴിച്ചു പോകാം, കിട്ടിയോട് തൃപ്തിപ്പെട്ട് ജീവിക്കാം. കൂടുതൽ അലച്ചൊന്നും ഉണ്ടാകൂല, ലുബ്ധനാകൂല, ആക്രം മറക്കൂല, സൂക്ഷ്മതി കൂടും. ഇതായിരിക്കണം. ഇതൊക്കെയല്ലേ മഹാരഥന്മാരായ പണ്ഡിതന്മാരൊക്കെ ചെയ്തിരുന്നത്. അവർക്ക് എത്രകാലം വരുമാനം വന്നു, അതൊന്നും സ്വീകരിച്ചിട്ടില്ലല്ലോ. ഹലാലാണെങ്കിൽ എടുക്കും, അല്ലെങ്കിൽ ഒഴിവാക്കും. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് അങ്ങനെ ജീവിച്ചു. ഇന്ന് എത്ര മഹാന്മാരങ്ങനെ ജീവിക്കുന്നുണ്ട്. ഓലൊക്കെ സമുദായത്തിലുള്ള ഇസ്സത്ത് യോഗ്യതയുള്ള ആൾക്കാരല്ലേ. മഹാൻ പറയുന്നു, മൻ തലബൽ ഗിനാ ബിൽ ഖനാഅതി ഫഖദ് അസ്വാബ ത്വരീഖ എന്ന് പറഞ്ഞത്. അമൻ തലബഹു ബിൽ മാലി ഫഖദ് അഖ്തഅ ത്വരീഖ. നാട്ടം ഐശ്വര്യം തേടി നടന്നു. എന്ത്? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അതാണ് സമ്പത്ത് ഏറ്റവും വലിയ നഫ്സ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നാണ്. അങ്ങനെ കരാത്ത് കൊണ്ട് ഇരയെ തേടിയാൽ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടൊരു മുതലാളിയെ ജീവിക്കാനും തേടിയാൽ അത് യഥാർത്ഥ റൂട്ടിലേക്ക് അവർ എത്തിച്ചു. അത് നല്ല വഴിയാണ്. അല്ല, സമ്പത്ത് വായി കൂട്ടി ജീവിക്കാൻ ഒരാ തീരുമാനിച്ചാലോ എന്നോ അവന്റെ റൂട്ടൊക്കെ തെറ്റിപ്പോവും. അങ്ങനെ ഉണ്ടല്ലോ. സമ്പത്ത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സ് നാശാവുന്നതാണ്. സമ്പത്ത് അങ്ങനെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് നബിയൊക്കെ സമ്പത്ത് ഒഴിവാക്കിയില്ലേ. മഹാരഥന്മാരൊക്കെ ഒഴിവാക്കി. ഉള്ള സമ്പത്തൊക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഔഫ് തങ്ങളൊക്കെ സമ്പത്തുണ്ട്. ഓലൊക്കെ ഇസ്ലാമിനെ ചെലവഴിച്ചു കൊടുത്തും ചെയ്തു. അതാണ് സമ്പത്ത്. വഖദ് അദ്റക്തു ബിഹദ്ദില്ലാഹി തആല. മഹാനായ ഹാമിദുൽ ലഫാഫ് എന്നവർ പറയാ, ഞാൻ എത്തിച്ചിട്ടുണ്ട്, അല്ലാഹു തആല സ്തുതിച്ചുകൊണ്ട് പറയട്ടെ, മിന്ന സ്വഹാബി ഹാദൽ മഖാമി ഖൽഖൻ കസീറാന. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് നല്ല വഴിക്ക് ജീവിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട കുറച്ച് ആൾക്കാരെ ഞാൻ പറയാം. മിൻകും അത്രയും മഹാരഥന്മാരിൽപ്പെട്ട ആളാണ് ആര്? ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ റഹ്മത്തുള്ളാഹി അലൈഹി 1, ഷെയ്ഖ് അമീനുദ്ദീൻ ഇമാം ജാമിഉൽ ഉംദി 2, ഷെയ്ഖ് അബ്ദുൽ ഹലീം ബിൻ മസ്ലഹ് 3, ഷെയ്ഖ് അൽ നബത്തി 4, ഷെയ്ഖ് അൽ ബഹീരി 5, ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇനാൻ 6, ഷെയ്ഖ് മുഹമ്മദ് അൽ മിംബർ 7, ഷെയ്ഖ് മുഹമ്മദ് അൽ അദിൽ 8, അല്ലാത്തോലൊക്കെ. ഇങ്ങനെ ഒരുപാട് മഹാരഥന്മാർ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹാമിദുൽ ലഫാഫ് തങ്ങൾ പറയാണ്. അവരൊക്കെ ജീവിച്ച ഇജ്ജത്തിനും സന്തോഷത്തിനാണ്. എന്താ ജീവിതം? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് കരായത്തോടുകൂടെ ഇരയിൽ കഴിഞ്ഞവരാണ് അവർ. പറഅയ്തുഹും, എന്നീ പറയുന്ന ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത്? എന്താണ്? യഹുത്തൂന ഖുബ്സൽ യാബിസ ഫിൽ മാഇ വയഖ്തുഫൂന ബിഹി. ഉണങ്ങിയതായിരിക്കുന്ന റൊട്ടി പൊടിച്ചോല് വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ പൊതിർത്തി തിന്നും. എന്നിട്ട് അതുകൊണ്ട് മതിയാക്കും. ഇതായിരുന്നു ഇവരൊക്കെ ചെയ്തിരുന്നത്. കാരണം അപ്പൊ വിശപ്പ് തോനെ മാറാൻ സാധനം, അല്ല വിശപ്പ് മാറാൻ കുറെ സാധനമൊന്നും വേണ്ട, മുന്തിയ ഭക്ഷണവും വേണ്ട. ഇവരൊക്കെ ജീവിച്ചത് ഇങ്ങനെയൊക്കെയാണ്. ഉണങ്ങിയ റൊട്ടി എടുത്ത് വെള്ളത്തിലിട്ട് പൊതിർത്തിയിട്ട് അതുകൊണ്ട് മതിയാക്കിയിരുന്നവർ. അപ്പോ യക്തഫൂന എന്നല്ല, യക്തഫൂന എന്നാട്ടോ.
فقال الشيخ تاج الدين ذاكر رحمه الله تعالى يقول മഹാൻ പറയുന്നു ليس القناعة بأن يأكل الشخص كلما وجد من غير كلفة. കനാത്ത് എന്നാൽ എന്താണോ പ്രയാസമില്ലാതൊരു വ്യക്തി കിട്ടിയത് ആ കിട്ടിയത് തിന്നുക എന്നുള്ളതല്ല. ഒരു വ്യക്തി ഓന്റെ കൈക്ക് പ്രയാസമില്ലാതെ കിട്ടിയതോ തിന്നു, അതല്ല കനാത്ത്. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അടുത്ത് ഒരുപാട് ഭക്ഷണ വിഭവങ്ങളുണ്ട്, ഒരുപാട് ധാന്യങ്ങളുണ്ട്. ഒമാലിക്ക ഇതെല്ലാം അയാൾക്കുണ്ടായിട്ട് തന്നെ ലാ യോക്കുലു അയാൾ ഭക്ഷണം കഴിക്കുന്നില്ല. ഇല്ലാ കുല്ല ഹംസത്തി അയ്യാം എല്ലാ 5 ദിവസത്തില് അക്കരത്തും സഹീറം ചെറിയൊരു തീറ്റ 5 ദിവസം കൂടുമ്പോ ഒരു തീറ്റ ഒന്നും, അല്ലെങ്കിൽ സലാസത്തെ അയ്യാം അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോ അത്രയേ ഒന്നുള്ളൂ. വേണ്ടോളം ഭക്ഷണം കഴിക്കാനൊക്കെ കഴിയും, ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, പക്ഷെ അതൊന്നും ആൾ നോക്കണില്ല. അയാൾക്ക് 3 ദിവസം കൂടുമ്പോ ഒരു ഭക്ഷണം, ചെറിയൊരു തീറ്റ. ഇതാണ് കനാഅത്ത് എന്നാണ് മഹാൻ പറയുന്നത്. അല്ലാതെ തീരെ ഒരാൾക്കൊന്നും കിട്ടാനില്ല, ഒരു പ്രയാസം അല്ലാതെ ഇങ്ങനെ കുത്തിരിക്കുക, അങ്ങനെ സാധനം സാധനം കയ്യിക്ക് വന്നു ഇടാ തിന്നു, അത് കനാഅത്തല്ല. അങ്ങനെയല്ല കനാഅത്ത്. ഇങ്ങനെയാണ് കനാഅത്ത്. ഉണ്ടായിട്ട് ആദ്യം കൊണ്ട് ആദ്യം മതിയാക്കിയിട്ടില്ല, ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട്. ആ ഉള്ളതിൽ നിന്ന് കിട്ടിയത് മാത്രം കുറച്ച് പൊരുത്തപ്പെട്ട് ജീവിക്കാം. വഖദ് കാന സയ്യിദി അലിൽ ഖവ്വാസ് റഹിമഹുല്ലാഹു തആല മഹാൻ പറയുന്നു, മഹാനായിരുന്നു, ഇതാ അക്കല മഹാൻ തിന്നുകയാണെങ്കിൽ ലാ യുജാവി തിസ്അലഖൻ ഒരു 9 പിടി ഭക്ഷണം ഉണ്ടാവും. ആ 9 പിടിയിൽ അപ്പുറം പോകൂല, മതി. ഇവിടെ പോയപ്പോൾ മഹാൻ പറയുകയും ചെയ്യും, സയ്യിദ് അലിൽ ഖവ്വാസ് എന്നവരെ ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു, ഹസിബ ബിന ആദം ലുഖൈമാതു യുഖിംന സുൽബഹൂന മുതുക് ലെവലാക്കി നിർത്താൻ പറ്റുന്ന ഒരു രീതിയിലുള്ള കുറഞ്ഞ ഭക്ഷണം അത് മതി ഒരു മനുഷ്യനാണ് റസൂലുള്ള പഠിപ്പിച്ചത്. ചില ആൾക്കാർക്ക് 10 പിടി വേണ്ടി വരും. എന്തായിക്കോട്ടെ, ഒരു മിതമായ രീതിയിൽ അവന്റെ മുതുകൊന്നും പ്രയാസപ്പെടാതെ വളയാതെ ലെവലാക്കി നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള വിശപ്പ് മാറ്റാൻ പറ്റുന്ന കുറച്ച് ഭക്ഷണം മതി. ഇത് കഴിച്ചാൽ ഈ പറയുന്ന രോഗങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ചിന്തിക്കായിട്ടാണ്, നമ്മൾ കുറെ വാരി വലിച്ച് തിന്നാണ്. കുറെ കബ്സയായിട്ടും കുറെ കുഫ്സയായിട്ടും കുറെ മന്തിയായിട്ടും കുറെ മന്തിയായിട്ടും എന്തൊക്കെ ഉണ്ടാക്കണം നമുക്കറിയാം. അങ്ങോട്ട് ഉണ്ടാക്കി കൂട്ടന്നെ. എന്നിട്ട് നമ്മളിങ്ങനെ തിന്ന് കഴിച്ചാൽ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോകാൻ ഷുഗർ പരിശോധിക്കുന്നത് രസാ. ഞാൻ ഷുഗർ പരിശോധിക്കാൻ പോയില്ലേ, നോർമൽ അല്ല കൂടുതലാണ്, അത് ഗുളിക വാങ്ങട്ടെ പവറും പറഞ്ഞു നടക്കുന്ന വടിയ മക്കള്. ഇതല്ല വേണ്ടത്. റസൂലുള്ളാഹിന്റെ രീതി മനസ്സിലാക്കി, റസൂലുള്ള കഴിച്ച ഭക്ഷണ രീതി മനസ്സിലാക്കിയ ഈ വാക്കനെ പറയും ഹസിബ ബിൻ ആദം ലുഖൈമാത്തു യുഖിംന സുൽബ ഒരു മനുഷ്യന്റെ മുതുക് നിവർന്നു നിൽക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് പിടി പോലെ അവന്റെ വിശപ്പ് മാറൂലേ? വിശപ്പും മാറി ആരോഗ്യം ഉണ്ടാവും, അത് മതിയെന്നാണ്. അല്ലാതെ കുംഭകർണമാരി ഒന്നായിട്ട് അടിച്ച് വലിച്ച് ബീപ്പക്കുറ്റി നിറച്ചിട്ട് പിന്നെ സുഖമായിട്ട് കടന്നോർക്കും പിടി, അത് പറ്റൂല. അതുകൊണ്ടൊക്കെ അപകടം ഉണ്ടാവുള്ളൂ. ഈ നോക്കുകയാണെങ്കിൽ ലുഖൈമാത്ത് ഹദീസ് പറഞ്ഞു, ഒരു കണക്കെത്രേ ലുഖൈമാത്തു മിന സലാസി ഇല തിസ്അ 3 മുതൽ 9 വരെ പോകാം. ഇതാണ് ലുഖൈമാത്ത്. ഏകദേശം ഒരു 9 പിടി ഭക്ഷണം ഒരാൾക്ക് ചെന്ന് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ശരി തന്നെയല്ലേ? റസൂലുള്ളാഹി പറഞ്ഞ വാക്കല്ലത് ഖൗലു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖും വസിദ്ഖുൻ. നബി തങ്ങൾ പറഞ്ഞ ഈ വാക്ക് സത്യമാണ്, കളവല്ല, യഥാർത്ഥം തന്നെയാണ്. അപ്പൊ ഈ യാഥാർത്ഥ്യത്തെയും ഈ സത്യത്തെയും ആരെങ്കിലും പുൽകിയോ അവൻ കഴിച്ചില്ലായി. ഫമൻ ആമന ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഈമാനുൽ കാമിന പരിപൂർണമായൊരു വിശ്വാസം നബിനെ കൊണ്ട് ആരെങ്കിലും വിശ്വസിച്ചാൽ, നബി പറഞ്ഞതെന്താ, വിശപ്പ് മാറി ചൊവ്വായി നിൽക്കുവാൻ കുറച്ച് പിടി ഭക്ഷണം മതിയെന്ന, അത് വാസ്തവമാക്കിയിട്ട് അത് വിശ്വസിച്ചാൽ അതുപോലെ ഭക്ഷണം കഴിച്ചാൽ എന്തുണ്ടാവും? സറായി ഒരു 9 പിടി ഭക്ഷണം ഒരു മതിയാവുന്ന വലായഹ്താജു ഇലാ സിയാദത്തിൻ അലൈഹ ഈ 9 പിടിയേക്കാൾ അധികത്തിലേക്ക് 10ാമത്തെ ഒരു പിടി ആവശ്യം വരൂല. വളരെ കറക്റ്റ് ആയിരിക്കും. എന്നിട്ട് പറയുന്നു വഖദ് സമിഅ്തുഹു റഹിമഹുല്ലാഹു തആല മറത്തൻ. ഈ മഹാൻ ഇതിപ്പോ ആരാ പറഞ്ഞു വന്നത് മനസ്സിലാക്കണം. നമ്മൾ ആരെയും പറഞ്ഞാള് ബഹുമാനപ്പെട്ട ഹാഫിദുൽ ലഫാം എന്ന് പറയുന്ന ആളെ പറ്റിയാണ് ഇപ്പൊ ഷഹറാനി ഇമാം പറയുന്നത്. മറത്തൻ ഒരിക്കൽ ഞാൻ മഹാൻ യഖൂല് പറയുന്നത് ഞാൻ കേട്ടു, മല്ലം യഖ്തൽ ബിത്തിസ്ഇ ലഖമി
ഫില്യൗമി വല്ലയിലെത്തി ഒരു ദിവസം, ഒരു രാവ് പകൽ കൂടുമ്പോൾ ദിവസമല്ലോ, ഒരു രാവിലും പകലിലുമായിട്ട് ഒരു 9 പിടി ഭക്ഷണം ഒരാൾക്ക് മതിയായിട്ടില്ലെങ്കിൽ ഫഹുവ, അപ്പോൾ അവൻ ഈമാൻ കാമില, ഒരു പരിപൂർണ വിശ്വാസിയായിട്ട് അവൻ ജനിച്ചിട്ടില്ല എന്നർത്ഥം. അവന് പരിപൂർണ വിശ്വാസി ആയിട്ടില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? ഈ ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസിബ ബിന ആദമ ലുഖൈമാതു യുഖിംന സുൽബ എന്ന് പറഞ്ഞില്ലേ, മുതുകു ലെവലായി നിൽക്കുവാനുള്ള രൂപത്തിലുള്ള കുറഞ്ഞ പിടി, അത് 3 മുതൽ 9 വരെ എന്ന് പറഞ്ഞു. അത്ര മതി ഒരു മനുഷ്യൻ റസൂൽ പറഞ്ഞതാ. അത് പോരെങ്കിൽ ആ മനുഷ്യൻ എന്തായിട്ടുള്ള റസൂലിന്റെ വാക്ക് ശരിക്കും വിശ്വസിച്ചിട്ടില്ല, ഒരു പരിപൂർണ ഈമാൻ ഉള്ളവനായിട്ടില്ല എന്നതിനർത്ഥം. അപ്പൊ തീറ്റകൾ അധികമാകാൻ പാടില്ല, അധികമായാൽ പ്രശ്നങ്ങളാണ്. അപ്പൊ ഇതിനൊക്കെ അർത്ഥം എന്താ? ഇത് ആരോഗ്യപരമാണ്. മതം ആരോഗ്യം നൽകുന്നുണ്ടല്ലോ. വെറും ഒരു തത്വം നൽകിയുടെ മനസ്സ് നാശാക്കല്ല. മരിക്കുന്നത് വരെ ഇബാദത്തുമായി കഴിഞ്ഞുള്ള ആരോഗ്യം വേണം. ആ ആരോഗ്യ സംരക്ഷണവും ആത്മസംരക്ഷണവും ഇത് രണ്ടുമുണ്ട് ഇസ്ലാമില്. നമ്മൾ പഠിക്കാഞ്ഞിട്ടാണ്. ഇതൊക്കെ വായിക്കുമ്പോൾ തീറ്റ കുതിയന്മാരെ മുന്നിൽ പോയാ പറഞ്ഞാ മതി, അങ്ങനെ പറയാൻ പറ്റൂല. റസൂലുള്ളാഹിന്റെ വാക്കുകൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇത് ഷാരാനിമ പറയട്ടെ, കൊൽത്തു ഞാൻ പറയുന്നു, ഈ പറഞ്ഞ വാക്കുണ്ടല്ലോ ഹാസിമ ബിൻ ആദം ലുഖൈമാതു യുഖിംന സുൽബ എന്ന റസൂലുള്ളാഹിന്റെ തിരുമൊഴി, ഇതിനെ ചുമത്തണം അലാ ഗൈരി അസ്ഹാബിൽ അഅ്മാലി ഷാഖത്തി. അങ്ങനെയുണ്ട്, വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് പണിയെടുക്കുന്ന കുറെ ആൾക്കാരുണ്ട്. മരം മുറി, കൊത്തിക്കളക്കല്, വെട്ട് കുത്ത് പോലെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ടാവും. നല്ലോണം വിഷമിക്കുന്നവര്, നല്ല ഭാരപ്പെട്ട പണികളാ. ഇത്തരം പണിയെടുക്കുന്ന ആൾക്കാർക്കല്ല ഈ പറഞ്ഞത്, ഇതല്ലാത്തവർക്കാണ്. അപ്പൊ ആർക്കാണ്? പള്ളിയിൽ സേവനം ചെയ്ത് മോലിയമാര്, ഹസിയമാര്, ഖാദിമാർക്ക് അതൊക്കെ ഏറ്റവും നല്ലതാണ്. കാരണം ഇഷ്ടംപോലെ വരുമല്ലോ പള്ളിക്കല്. എന്തൊക്കെ വേണ്ടതെന്ന് പറയും. ബിരിയാണി ആണോ, അത് മട്ടനോ ചിക്കനോ, ഏതൊക്കെ വേണ്ടത് ഇങ്ങനെ വന്ന് ചോദിക്കും പരക്കാര്. അവിടെ ചില ആൾക്കാർ അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറയും. എന്നിരുന്നാൽ ധാരാളം ഭക്ഷണങ്ങൾ പള്ളിയിലേക്ക് വരും. അത് നാട്ടുകാര് അള്ളാഹുവിനെ വിചാരിച്ച് ഇൽമിനെ ബഹുമാനിച്ചും തരുന്ന ഭക്ഷണമാണത്. ഓൽക്കല്ല മോശം, നമ്മൾ ചിന്തിക്കണം. ഇഷ്ടം പോലെ വരുമ്പോ പറ ഇത്ര മതി അത്ര മതി, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് ഭാരപ്പെട്ട പണികളൊന്നും ഇല്ലല്ലോ. ഭാരം എടുക്കുന്ന പണിക്കാരാണെങ്കിൽ ഓൽക്കിത് ബാധകമല്ലാതെ ഒഴിവാണ്. കാരണം ഓൽക്ക് 9 പിടിയോടൊന്നും എത്തൂല. നോക്കുക, അമ്മ സഹാബുഹ, അപ്പൊ എന്താ അതിന്റെ വിധി? അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഷഹറാനിമാൻ പറയുന്നത്. ഷഹറാനിമാൻ ചില്ലറക്കാരൊന്നും അല്ലല്ലോ, മനസ്സിലാക്കി തന്നെ പറയണത്. അമ്മ സാഹിബുഹ, അപ്പോൾ വളരെ പ്രയാസപ്പെട്ട് പണിയെടുക്കുന്ന ആളുകള് ആരെ പോലെ? ഹറാസി, കർഷകനെ പോലെ, വൽ അസാദി, പിന്നെ അസാദ് എന്ന് പറഞ്ഞ കൊയ്ത്തുകാരനെ പോലെ കൃഷി ഉണ്ടാക്കി കൊയ്തെടുക്കുമല്ലോ. തർവാസ്, തർവാസ് പരിച എഴുത്തുകാരനെ പോലെ, പിന്നെ തൂത്തി തന്നെ കപ്പിത്താന്, വൽഫായില് മറ്റ് കർമ്മം ചെയ്യുന്നവര്, അവരെ പോലത്തവരൊക്കെ ഇത്തരം പണികളെടുക്കുന്ന ആളുകൾ പല യക്യുഫീഹി മിസ്ലു ദാലിക, നബി തങ്ങൾ പറഞ്ഞ ഈ 9 പിടി പോലത്തൊന്നും അവർക്ക് മതിയാവൂല. നബി തങ്ങൾ പിടി കണക്കാക്കി പറഞ്ഞിട്ടില്ല, കുറച്ചിനെ പറഞ്ഞിട്ടുള്ളൂ. ആ കുറച്ചിനെ അറബി വ്യാഖ്യാനത്തിൽ പരിശോധിച്ചാൽ 3 മുതൽ 9 വരെ പോകുമ്പോൾ ലുഖൈമാത്താണ്. റസൂലുള്ളാഹി അത്രേ പറഞ്ഞിട്ടുള്ളൂ, കണക്ക് പറഞ്ഞിട്ടൊന്നുമില്ല. ആയിക്കോട്ടെ, ഇത് മതിയാവൂല. ഇല്ലാ ഇൻകാനത്ത് തസീറു ഖുവ്വത്തും മലക്കിയ, പറ്റും ആർക്ക്? മലക്കിയായ ഖുവ്വത്തിലേക്ക് മനുഷ്യന്മാരെത്താറുണ്ട്. അങ്ങനെയുണ്ട്. മനുഷ്യനാണ് ഒരു മലക്കല്ല, മലക്കിയ ഖുവ്വത്തുണ്ട്. അങ്ങനെ മലക്കിയായ ഖുവ്വത്തുണ്ടെങ്കിൽ ഒരു വരികയാണ്. മലക്കിയായ ഖുവ്വത്തുള്ള ആളുകൾക്ക് ഏത് പ്രയാസപ്പെട്ട പണിയെടുക്കാം. ഓൽക്ക് പിന്നെ ഈ പറഞ്ഞ 9 പിടിയൊക്കെ മതിയാവും. ഓൽക്കൊഴികെ വലബത്ത് റൂഹാനിയത്തു അലാ ജിസ്മാനിയത്തിഹി, അവന്റെ ആത്മാവ് അവന്റെ ഭൗതിക ജഡത്തിനേക്കാളും മികച്ച് മുന്നോട്ടെത്തി. അപ്പൊ ആത്മാവ് അത്രത്തോളം ഉയർന്നവനാവുകയും ഉയർ നിലപാടിലെത്തുകയും മലക്കിയായ ശക്തിയുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഒഴിച്ചായി പറഞ്ഞിട്ടോന്ന്. ഏതുപോലെ ഒരു ഉദാഹരണം പറഞ്ഞാൽ കമാ കല ജിബിരിൽ അലഹിസ്സലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട ജിബിരിൽ അലഹിസ്സലാം എന്ന മലക്ക് മദായിന ഖൗമി ലൂത്തിൻ അലഹിസ്സലാത്തു വസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ ആ താമസിച്ച മദിയൻ രാജ്യം ഉണ്ടല്ലോ, അതും കണ്ടെടുത്തു. ഒന്നാല് പറിച്ചത് കൊണ്ടുപോയി. പറിച്ചിട്ട് അങ്ങനെ ജിബിരി അലൈഹിസ്സലാം ആ പ്രദേശം അങ്ങ് ഉയർത്തി. ഇലാ നഹവിസ്സമായി, ആകാശ ലോകത്തേക്ക് അങ്ങോട്ട് ഉയർത്തി. എത്രത്തോളം ഉയർത്തിയെന്ന് വെച്ചാൽ അത്താസമായി സിയാലും ദീക്കത്തി വ നബാഹിൽ കിലാബി എന്നാണ്. നായ്ക്കള ശബ്ദം, കോഴിക്കള ശബ്ദം, ഇതുപോലത്തെ ശബ്ദം ആകാശ ലോകത്തുള്ള മലായിക്കത്തുകൾക്ക് കേൾക്കാമായിരുന്നു.
അത്രത്തോളം ജിബിരിയിൽ ഈ സ്ഥാനം ഈ ഭൂമിയിൽ പറിച്ച് മേപ്പടെ കൊണ്ടുപോയിന്ന. ഇത് മലക്കിയ ഒരു കഴിവാണ്. കമാ വറദ, അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട്. എന്തോടുകൂടെ പറയട്ടെ, കമാ അന്ന ജിബിരിൽ അലൈഹിസ്സലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട ജിബിരിൽ അലൈഹിസ്സലാം എന്ന മലക്ക് ലാ യഅ്കുലു, അവർ തിന്നാറില്ല, വലാ യശ്റബു, കുടിക്കാറില്ല. എന്നിരിക്കെ ഇത്തരം ശക്തി അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അതുപോലെയുള്ള ശക്തിമാനാണെങ്കിൽ അയാൾക്ക് പിന്നെന്താ കുഴപ്പമില്ല, ഈ 9 പിടി ഭക്ഷണം മതി, അതിലേറെ വേണ്ട. ഇതൊന്നുമില്ലാതെ കേവലം പണിയെടുത്ത് ക്ഷീണിക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് ക്ഷീണം മാറൂല, വിശന്ന് വലഞ്ഞിട്ടുണ്ടാവും. അവർക്ക് ഈ കുറഞ്ഞതൊന്നും പറ്റും. അപ്പൊ ഇത്തരം ശക്തികളോ മലക്കിയായ കുവ്വത്തിലേക്കോ ആത്മാവ് ഭൗതിക ജഡത്തിനേക്കാൾ ആത്മാ മികച്ചു നിൽക്കുകയോ ചെയ്ത ആളുകളല്ലാത്ത പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കിത് മതിയാകുകയില്ല, അല്ലാത്തവർക്കൊക്കെ മദീനാണ്. അത് വ്യാഖ്യാനിച്ച് തരേണ്ടതുണ്ട്. അത് വ്യാഖ്യാനിച്ച് കഴിഞ്ഞു. അപ്പോ ചുരുക്കത്തിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക, അതാണ് ഗുണകരം. ഈ സ്വഭാവമായിരുന്നു അള്ളാന്റെ അംബിയ, ഔലിയാക്കൾ, സൂഫിയാക്കൾക്കും ഉള്ളത്. ഇനി അടുത്ത സ്വഭാവം എന്താ? അവർക്ക് പരസ്പരം അള്ളാനെ കണ്ടെത്തിക്കേണ്ട രീതി എത്തിയിട്ടുണ്ടെങ്കിലും ഒരു മറയുണ്ടാവും. ആ മറ എത്രയോ നേരിയ മറയേക്കാരം, അതിനേക്കാൾ ഗൗരവത്തിലായിരിക്കും ഒരു അമലുകൾ. അപ്പൊ നല്ലോണം ഒരു അമല് ചെയ്യും. എത്രത്തോളം വെച്ചാൽ അത്തായസീറായതും ഞറല്ലാഖിറത്ത ബൈന ഖൽബിഹിന്നാണ്. ഒരു മറ ഇപ്പൊ എന്താണ്? ആഖിറം കാണുന്നൊരു മറുണ്ട്, കാണാൻ പറ്റുന്നൊരു വസ്തു നിൽക്കാണ്. ആ മറക്കൊരു റിക്കത്വത്തിലുണ്ടോ? അതിനേക്കാൾ ഗൗരവത്തിൽ അമലെയ്യും. അമല് ചെയ്ത് ചെയ്ത് എവിടെ എത്തുമെന്ന് ചോദിച്ചാൽ ആഖിറവും അതിനുള്ള സർവ്വ അനുഗ്രഹങ്ങളും അവർ നേരെ കൽബിന്റെ കണ്ണാവുന്ന കണ്ണുകൊണ്ടിന് കാണുകയാണ്. കൽബാവുന്ന കണ്ണ്, അല്ല ഭൗതിക കണ്ണല്ല, ആത്മീയ കണ്ണ്. ഈ കണ്ണുകൊണ്ടിങ്ങനെ കാണും. ആ വിധത്തിൽ അമലെയ്യും അർത്ഥം. വദാലിക, എന്തിനാന്ന് ചോദിച്ചാൽ യസിക്ക സുഹുദു ദുനിയ, ദുനിയാവിൽ വെച്ച് അവന്റെ പ്രപഞ്ച ത്യാഗവും അധ്വാനം ഒക്കെ ഒന്ന് ശരിയാവണം. അതിനിങ്ങനെ വേണം. വയത്തഫറല്ല ആഖിറത്തി, ആഖിറത്തിന് വേണ്ടി ഒഴി നിൽക്കാനും വേണമെന്ന്. ഇങ്ങനെ നമ്മളെ ശരിയാവുള്ളൂ. ഓ ഇല്ല, അങ്ങനെ അല്ലെങ്കിൽ അബന്ധായി ഫമൻ ഹജബ റുഇയത്തുൽ ആഖിറത്തി, അവൻ ഒരുത്താൻ ഈ പറഞ്ഞ രൂപത്തിൽ, അല്ലെങ്കിൽ അവൻ ഒരുത്തൻ, എങ്ങനത്തെ ഒരുത്തൻ ഹുജിബ, അവന് തടയപ്പെട്ടിരിക്കുകയാണ് റുഇയത്തുൽ ആഖിറത്തി, ആഖിറത്തിനെ കാണുക എന്നുള്ള കാര്യം തടയപ്പെട്ടു, കാണാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരുത്തൻ എന്നാ പിന്നെ ദുനിയാവിൽ വെച്ച് സായിദാണെന്ന് പറയുന്നൊരു അർത്ഥമില്ല, അത് വളരെ മോശമായിരിക്കും എന്നാണ്. അബ്ദുല്ലാഹ് ബിൻ സലാം റളിയല്ലാഹു തആല അൻഹു മഹാൻ പറയുന്നു, മൻ അറാദ അൻ യസ്ഹദ ഫിദ്ദുനിയ മിൻ ഗൈരി അൻ യറൽ ആഖിറത ബൈന യദൈഹി ഫഖദ് റാബൽ മുഹാൽ. ഇതാണ് മഹാന്റെ കാഴ്ചപ്പാട്. ദുനിയാവിൽ ആഖിറത്തിന് അവർ നേർക്കുനേർ അവൻ കാണുന്നില്ല, നേരെ മുന്നിൽ അവൻ ആഖിറത്തിനെ കാണുന്നില്ല. ദുനിയാവ് വിട്ട് ആഖിറത്തിലേക്ക് ചിന്ത വരണല്ലോ, അപ്പൊ വന്നിട്ടില്ല. അപ്പൊ ദുനിയാവ് തന്നെ ഉള്ളതെങ്കിലും ആഖിറത്തിനെ പറ്റി ചിന്തയില്ല. അപ്പൊ നേരെ മുന്നിൽ ആഖിറമാണ് എന്നൊന്നും കാണുന്നേ ഇല്ല. അങ്ങനെ കാണാത്തൊരു വ്യക്തി ദുനിയാവിൽ സാഹിദാവാൻ ഉദ്ദേശിച്ചാൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് അയാൾ തീർക്കുക. കാരണം എന്താ? ആഖിറം കാണണം. ആഖിറം കാണാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. ആഖിറം കാണാത്തൊരു വ്യക്തി ദുനിയാവിൽ സാഹിദാവന്നത്തിനുള്ള മുഹാലിനെ തേടലാണ് എന്നാണ് മൂപ്പരുടെ അഭിപ്രായം. പക്കാന മുഹാലിനെ സംഭവിക്കാൻ പറ്റാത്ത ഒന്നും നടത്തും. മഹാൻ പറയുമായിരുന്നു, വളരെ അമലുകൾ ഞങ്ങൾ ചെയ്തു നടത്തും. അമലുമായി ഞങ്ങൾ വളരെ പ്രയാസപ്പെടുന്ന നല്ലോണം അമൽ ചെയ്തു നടത്തും. ഫലം നജിദ്, അങ്ങനെ നോക്കുമ്പോൾ എന്താ, ആഖിറത്തിലേക്കുള്ള അമലുകൾ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഒരമലും കിട്ടിയിട്ടില്ല. എന്തിനേക്കാൾ ഒരുപാട് അമലുകൾ ഞങ്ങൾ പരിശോധിച്ച് പ്രയാസപ്പെട്ട് നേടിയെടുത്ത് നോക്കുമ്പോ ദുനിയാവിൽ വെച്ചിട്ട് ദുനിയാവിനെ വെടിയണം. അതിന് വെടിഞ്ഞൊരു പ്രപഞ്ച ത്യാഗിയായി അള്ളാഹുവിലേക്ക് അടുക്കണം. ഇത് സുഹുദാണ്. ഈ സുഹുദിനേക്കാൾ മികവുള്ള ഒരു അമൽ ആഖിറത്തിന്റെ അമലിന്റെ കൂട്ടത്തിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. وقد سمع مالك بن دينار رحمه الله تعالى رجلا يقول, ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ് റജുൽ ഒരാളെ, യഖൂലു അയാൾ പറയുന്നു, എന്ത്? ലൗ അഅ്താനില്ലാഹി തആല ഫിൽ ജന്നത്തി ബൈതൻ സഗീറൻ റളിതു ബിഹി. ഞാൻ എന്താ ചോദിക്കുന്നത് അറിയാം, പടച്ചോനോട്, പടച്ചോനെ
സ്വർഗീയ ആരാമത്തിൽ ചെറിയൊരു വീട് നീ എനിക്ക് നൽകുകയാണ് എങ്കിൽ അത് എനിക്ക് തൃപ്തിയാണ്. എനിക്ക് ചെറിയൊരു വീട് കിട്ടിയാൽ മതി സ്വർഗത്തിൽ. സ്വർഗത്തിലാകുമ്പോഴാണ് അവിടെ ചെറിയ വീട് കിട്ടിയാൽ മതി. ഇതാണ് ആര് പറഞ്ഞത്? ഇയാൾ പറഞ്ഞത്. ഈ ഒരു പ്രാർത്ഥന ആര് കേട്ടു? ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ തങ്ങൾ കേട്ടു. അപ്പൊ വക്കാലോ ഈ വ്യക്തിയോട് മാലിക് റളിയല്ലാഹു തആല അത് ചോദിച്ചു, പറഞ്ഞു എന്ത്? ലൈതക യാ അഖീ സഹത്ത ഫിദ്ദുനിയാ കമാ സഹത്ത ഫിൽ ജന്നത്തി. യോ സഹോദരാ, എന്റെ കുഞ്ഞോനെ, എന്റെ സഹോദര, നീ ദുനിയാവാകെ പിടിച്ചു വളരെ ത്യാഗിയായിട്ട് കുറച്ച് ലാഭിക്കുന്നുള്ളൂ ദുനിയാവ്. ഏതുപോലെ സ്വർഗം മുഴുവൻ ചോദിക്കണില്ല. സ്വർഗത്തിൽ എത്രയോ അനുഗ്രഹങ്ങളുണ്ട്. അപ്പൊ സ്വർഗീയ ലോകത്ത് പോലൊരു സായിദാണ്. ചെറിയൊരു വീട് കിട്ടിയാൽ മതി എന്നാണ് പറഞ്ഞത്. അതുപോലെ ദുനിയാവിൽ നീ എന്തായിട്ടുണ്ട്? സായിദായിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത് എന്ന് ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹു ഈ വ്യക്തിയോട് പറഞ്ഞു. وقد سمعت سيدي علي الخواص رحمه الله تعالى يقول, ബഹുമാനപ്പെട്ട ഷാറാലിമാൻ തങ്ങൾ പറയുകയാണ്, ഞാൻ എന്താണെന്നറിയാമോ? സയ്യിദ് അലി അൽ ഖവാസ് എന്ന് തങ്ങളെ കേട്ടിട്ടുണ്ട്. എന്ത്? മാ തലബ സുലൈമാനു ബിൻ ദാവൂദ അലൈഹി വസ്സലാത്തു വസ്സലാം മുൽക്കൽ ലാ യംബഗി ലിഅഹദിൻ മിൻ ബഅദിഹി. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം തേടിയിട്ടില്ല. എന്ത്? മഹാനവറുകൾക്ക് ശേഷം ഒരാൾക്കും കിട്ടാത്ത യോജിക്കാത്തതായ ഒരധികാരം അവ ഒരാൾക്കും കൊടുക്കരുത് നീ തേടിയിട്ടുണ്ട്. അതെങ്ങനെയായിട്ടല്ലാതെ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ഈ പ്രപഞ്ചം അടക്കി ഭരിച്ച മഹാനാണ്. ആ പ്രപഞ്ചത്തെ ഭരിച്ചപ്പോഴും ദുനിയാവിനെ കയ്യിലാക്കിയിട്ടില്ല. അപ്പോഴും മഹാൻ സായിദാണ്. സുഹൃത്തിന്റെ അതേ മക്കാവിൽ നിന്ന് ഉറപ്പിച്ച് നിൽക്കണമുപ്പര്. ആ ഉറപ്പിലാണ് ഇവർ തേടിയത്. പടച്ചവനെ, എന്റെ ശേഷം എനിക്ക് നൽകിയതായിരിക്കും ഒരു അധികാരമുണ്ട്. അങ്ങനെ അധികാരം ഒരാൾക്ക് നീ കൊടുക്കരുത്. ഒരാൾക്ക് യോജിക്കാത്ത വിധത്തിലുള്ള അധികാരം എനിക്ക് തന്നാ മതി, മറ്റാൾക്കും നൽകരുത്. പറഞ്ഞർത്ഥം എന്റെ ശേഷം ഒരാൾക്ക് നീ നൽകുന്നില്ല. ഒരാൾക്ക് യോജിക്കാത്തൊരു അധികാരമുണ്ട്. അങ്ങനെ ഒരു അധികാരം എനിക്ക് കൊണ്ടാ തേടി ഇതുകൊണ്ടാണ്. കാരണം എന്താ? അന്ന ദുനിയാവ് കയ്യിലുണ്ടായിരിക്കുന്നതോടൊപ്പം തന്നെ സുഹൃദ് അഅലമു, അതാണ് ഏറ്റവും വലിയത്. ദുനിയാവിൽ ദാരിദ്ര്യം പിടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെ പോലെ. ഒന്നുമില്ലല്ലോ, പാവപ്പെട്ടവനാണ് ഞാൻ. എന്നിട്ട് ഞാൻ സായിദാന്ന് പറഞ്ഞപ്പോ എങ്ങനെ ഉണ്ടാവും? കാരണം ഒന്നും കയ്യിലില്ലല്ലോ, പിന്നെ സായിദാണ്ട് കാര്യമുണ്ടോ? അപ്പൊ ഇല്ലാത്തതോടുകൂടെ ദുനിയാവിൽ സായിദാണെന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലവൻ ആരാണ്? എല്ലാ സൗകര്യം ഒന്നും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തിട്ടും അതൊന്നും എടുക്കാതെ അത്യാവശ്യമായത് മാത്രം എടുത്ത് ബാക്കി ശ്രദ്ധിക്കാതെ ഒഴിവാക്കിയിട്ടും ഇങ്ങനെയുള്ളവനാണ് സായിദ്. അതാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. പ്രപഞ്ചത്തിന്റെ അധികാരം കയ്യിൽ കിട്ടിയിട്ടും അത് മുഴുവൻ അടക്കി വരിക്കാതെ, മുഴുവൻ എടുക്കാതെ ആവശ്യം മാത്രം എടുത്തിട്ടാണ് അവർ ജീവിച്ചത് എന്നാണ്. വകാന അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു യഖൂൽ, ബഹുമാനപ്പെട്ട അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, എന്ത്? ലൗ ഹലബ ഹാലിഹുൻ, സത്യം ചെയ്യുന്ന ഒരാൾ സത്യം ചെയ്യാണെന്ത്? അന്നസായിദ ഫി ദുനിയ ഖൈറുൻ നാസി, ജനങ്ങളെ കൂട്ടത്തിൽ വെച്ച് ഉത്തമൻ ദുനിയാവിൽ സായിദായവനാണെന്ന് സത്യം ചെയ്താൽ ഖുൽതു ലഹു, ആ സത്യം ചെയ്ത വ്യക്തിയോട് ഞാൻ പറയുന്നു, സ്വദഖത, സത്യവാനാ, നീ സത്യം പറഞ്ഞോടോ, ലാ തുകഫിർ അൻ യമീനിക, നിന്റെ സത്യത്തോട്ട് നീ കഫാറ നൽകേണ്ടതില്ല, യാഥാർത്ഥ്യം തന്നെയാണ്, അതിന്റെ അപ്പുറമൊന്നുമില്ല. അപ്പൊ സുഹൃദാണ് ഏറ്റവും നല്ലത്. ഈ സുഹൃദാകുമ്പോൾ ആഖിറത്തിലേക്കുള്ള അവര് നല്ലോണം വർദ്ധിപ്പിക്കും. നേർക്കും നേർക്കൻ ആഖിറം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് സുഹൃദ്. ആ സുഹൃദിന് എന്ത് വേണം? ദുനിയാവിലെ സുഖങ്ങളൊക്കെ ഒഴിവാക്കണം. എല്ലാ സുഖ സൗകര്യം ഉള്ളതോടൊപ്പം അതിലേക്കൊന്നും ശ്രദ്ധിക്കാതെ അത്യാവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ജീവിക്കുക. തീർന്നിട്ടില്ല. അതിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് തുടരും.